വിദ്യാഭ്യാസത്തിനെ വെറുതെ ഒരു ഡിഗ്രിക്ക് വഴിയെന്നും ജീവിതം നയിക്കാൻ കുറച്ച് പൈസ ശേഖരിക്കാനുള്ള വഴിയെന്നും മാത്രം കാണാതെ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു, യഥാർത്ഥ വിദ്യാഭ്യാസം എന്താണ്? സ്വന്തം കാലിൽ നിൽക്കാനുള്ള ശേഷി നൽകുന്നതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. അതങ്ങനെ തന്നെയാണ്. അതിനങ്ങനെ തന്നെ കണ്ട് പഠിക്കാൻ ശ്രമിക്കണം. മലയാളം പോലും അറിയാത്ത ആൾക്കാരാണ് മലയാളി എന്ന് നടക്കുന്നത്. അതില് മലയാളമല്ല, മംഗ്ലീഷാണ് കൂടുതൽ സംസാരിക്കുന്നത്. ശരിക്കുമുള്ള മലയാള വാക്കുകൾ പോലും അറിയില്ല. അതുപോലെ തന്നെ മറ്റു ഭാഷകളെ കുറിച്ചും. അപ്പൊ നല്ല ഒരു വിദ്യാർത്ഥി ജീവിതം വരെ, ജീവിച്ചിരിക്കുന്നവരെ പഠിക്കും എന്നുള്ള ആ ഭാവനയോട് കൂടിയുള്ള ആളാണ് യഥാർത്ഥ വിദ്യാർത്ഥി. അങ്ങനത്തെ വിദ്യാർത്ഥി നിങ്ങൾക്കൊക്കെ ആവണം. അതിനുള്ള ഒരു സുവർണ അവസരമാണ് ഈ വിദ്യാലയത്തിൽ നിങ്ങൾക്കുള്ളത്. നമുക്ക് ഈ വിദ്യാലയത്തിൽ സ്റ്റെം ലാബ് ഉണ്ട്. മിക്ക വിദ്യാലയങ്ങളിലും റോബോട്ടിക് ലാബൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതല്ല, ഈ തമിഴ് പറഞ്ഞ പോലെ അതുക്കും മേലെ സ്റ്റെം ലാബ് ഉണ്ട്. അപ്പൊ അതിൻ്റെ ഗുണം ഉപയോഗിക്കാം. നമുക്കുള്ള അധ്യാപകരൊക്കെ ഒരുപാട് കഴിവുള്ള അധ്യാപകരാണ്. അവരുടെ നിങ്ങളൊക്കെ നല്ലോണം അവരുടെ അടുത്ത് ചോദ്യം ചോദിക്കാം. അവരുടെ അടുത്ത് പഠന രീതിയായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാം. എന്നാൽ ഒരു വ്യക്തി എങ്ങനെ അറിയപ്പെടണം? അച്ചടക്കം വഴി അറിയപ്പെടണം. ആ അച്ചടക്കം നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ വിദ്യാലയത്തിന്റെ പേര് മാത്രമല്ല, നിങ്ങളുടെ ഭാവിയാണ് നാം മനസ്സിൽ കരുതിയിരിക്കുന്നത്. ഇവിടെ സ്കൂൾ നിങ്ങൾ വേറെ ഏത് സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അവിടെ അച്ചടക്കം മറ്റ് പല കാര്യങ്ങളിലും ഒരു കാര്യമായിരിക്കും. നമുക്കിവിടെ അത് പ്രധാനമാണ്.